ലോകത്തിലെ തന്നെ ആദ്യ ലിമിറ്റഡ് ഓവേഴ്സ് ക്രിക്കറ്റ് ടൂർണമെന്റായ നാവിയോ ഓൾ ഇന്ത്യ പൂജ നോക്കൌട്ട് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ 75ാം പതിപ്പ് സെപ്റ്റംബർ 14-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് തൃപ്പൂണിത്തുറ പാലസ് ഓവർ ഗ്രൗണ്ടിൽ ആരംഭിക്കും. ഉദ്ഘാടന ചടങ്ങിൽ 1983-ലെ ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ച ഇതിഹാസ വിക്കറ്റ് കീപ്പറും പത്മശ്രീ ജേതാവുമായ സയ്യിദ് കിർമാനി മുഖ്യാതിഥിയാകും. പത്രസമ്മേളനത്തിൽ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ് പ്രസിഡന്റ് സന്തോഷ് ലീബ, സെക്രട്ടറി CG ശ്രീകുമാർ, ട്രഷറർ കൃഷ്ണദാസ് M കർത്ത തുടങ്ങിയവർ പങ്കെടുത്തു. പൂജ ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ ഒരു പ്രസ് റിലീസാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഈ പ്രാവശ്യം 75th പൂജ ക്രിക്കറ്റ് ടൂർണമെന്റാണ് നടക്കാൻ പോകുന്നത്. 1951 ഈ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇത് 75ാമത്തെ വർഷം. ഒറ്റ വർഷം പോലും മുടങ്ങാണ്ട് നമുക്കിത് നടത്താൻ പറ്റി. ഈ വർഷം ഒട്ടേറെ പുതുമകളോടുകൂടിയാണ് ഈ ടൂർണമെന്റ് നടക്കാൻ പോകുന്നത്. മാച്ചസ് എല്ലാം ഫ്ലഡ് ലൈറ്റിലാണ് നടക്കുന്നത്. അതാണ് ഈ പ്രാവശ്യത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഫ്ലഡ് ലൈറ്റ് ഈ പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതിന്റെ ഫസ്റ്റ് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടൂർണമെന്റിന്റെ ഇനോഗ്രേഷനോട് കൂടിയാണ്. ഫോർമർ ഇന്ത്യൻ പ്ലെയർ സയ്യിദ് കിർമാനിയാണ് ടൂർണമെന്റ് ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് എത്തുന്നത്. അദ്ദേഹം നാളെ രാത്രി എറണാകുളത്തെത്തും. നാളെ കഴിഞ്ഞ് വൈകുന്നേരം 5 മണിക്ക് തൃപ്പൂണിത്തുറയിൽ വരും. ആ ഇനോഗ്രേഷന് ശേഷം നമുക്ക് ഫോർമർ രഞ്ജി ട്രോഫി പ്ലേയേഴ്സിന്റെ ഒരു എക്സിബിഷൻ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നുണ്ട്. അത് ഏകദേശം ഒരു 7 മണിയോടുകൂടി സ്റ്റാർട്ടാവും. 20 ഓവർ മാച്ചാണ്. അതിന് ഒട്ടുമിക്ക ഓൾഡ് ഫോർമർ രഞ്ജി ട്രോഫി പ്ലേയേഴ്സും കളിക്കുന്നുണ്ട്. പിറ്റേ ദിവസം 15th മോർണിംഗ് ഫിക്സർ പ്രകാരമുള്ള ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ഏകദേശം 18ഓളം കേരള ടീമുകൾ ഫസ്റ്റ് ഫേസിൽ കളിക്കുന്നുണ്ട്. അതിൽ നിന്നും 4 ടീമുകൾ സെക്കൻഡ് ഫേസിലേക്ക് ക്വാളിഫൈ ചെയ്യും. സെക്കൻഡ് ഫേസ് ലീഗ് ഫേസ് ആയിട്ടാണ് നടത്തുന്നത്. സെക്കൻഡ് ഫേസിൽ ഔട്ട് സ്റ്റേഷൻ ടീമുകൾ 8 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അതിൽ നിന്നും ഒരു സെമിഫൈനൽ ഫൈനലായിട്ട് 18th ഫൈനൽ തീരുമാനിച്ചിരിക്കുന്നത്. ഫൈനലിൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും ഒരു നാഷണൽ പ്ലെയർ, ഇന്റർനാഷണൽ പ്ലെയർ വരും. നമ്മുടെ MS ധോനി, അശ്വിൻ, കപിൽ ദേവ് എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പുറകെ അറിയിക്കുന്നതാണ്. ഇത്രയാണ് ടൂർണമെന്റിനെ പറ്റി പറയാനുള്ളത്. ഞങ്ങൾ വളരെ പ്രിപ്പയർഡ് ആയിട്ടുള്ള ഒരു വർഷമാണ്. 75th ഇയർ ആയതുകൊണ്ട് വളരെ കളർഫുൾ ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പോവാണ്. ഒരുപാട് പുറത്തുനിന്നുള്ള സ്റ്റേറ്റിലെ പ്ലേയേഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നതാണ്. ഞങ്ങൾ ഇതൊരു ആഘോഷമാക്കിയിട്ട് തൃപ്പൂണിത്തുറയുടെ തന്നെ ഒരു ആഘോഷമാക്കി മാറ്റാനുള്ള ശ്രമമാണ്. കളി 15th മാച്ച് സ്റ്റാർട്ട് ചെയ്ത സമയമാണോ അതോ ഫസ്റ്റ് ഫേസ് മാച്ചസ് ഒക്കെ രാവിലെ 9 സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് വൈകുന്നേരം 45 ഓവർ മാച്ചാണ്. സെക്കൻഡ് ഫേസ് ഉച്ചയ്ക്ക് 2:30 സ്റ്റാർട്ട് ചെയ്യും. ഡേ ആൻഡ് നൈറ്റ് മാച്ചസ് ആണ് സെക്കൻഡ് ഫേസിൽ വരുന്നത്. അത് ഏകദേശം ഒരു 10-10:30 തീരും. സാധാരണ ഡേ ആൻഡ് നൈറ്റ് മാച്ചസ് പോലെ. ഈ പ്രാവശ്യം പിങ്ക് ബോളിലാണ് ടൂർണമെന്റ് നടക്കുന്നത്. പിങ്ക് ബോൾ ഫസ്റ്റ് ടൈമാണ് കേരളത്തിലെ പിങ്ക് ബോൾ മാച്ചസ് വരുന്നത്. 45 ഓവറാണ് പണ്ട് പോലെ പൂജ ക്രിക്കറ്റ് കളിച്ചിരുന്നത്. അതിന്റെ ഒരു ട്രഡീഷൻ നമ്മളത് മാറ്റുന്നില്ല. അതുപോലെ തന്നെ വൈറ്റ് ഡ്രസ് ഇട്ട് കളിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പിങ്ക് ബോൾ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ നമുക്ക് വൈറ്റ് ബോളിൽ കളിക്കാം കളർ ഡ്രസ് ആണെങ്കിൽ. അപ്പൊ ആ ഒരു ട്രഡീഷൻ കളയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പിങ്ക് ബോൾ ടൂർണമെന്റ് ആക്കി അതിനെ മാറ്റിയിരിക്കുന്നത്. ഇപ്രാവശ്യം നാവിയോ ആണ് നമുക്ക് സ്പോൺസർ ചെയ്തത്. പൂജ നോക്കൌട്ടിന്റെ ട്രഡീഷൻ പറയുകയാണെങ്കിൽ അത് തന്നെ ഒരു ബ്രാൻഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരിക്കൽ വേൾഡ് കപ്പ് അൺവീലിങ്ങിന് ബോംബെയില് മാസ്റ്റർ കാർഡും ഫെഡറൽ ബാങ്കൊക്കെ പോയപ്പോൾ അന്നൊരു ചെറിയൊരു കഥ പറയണ്ടായി. ഇത് വേൾഡിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റും ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ-ഡേ ക്രിക്കറ്റ് ഇൻ ദ ഹോൾ വേൾഡ്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പൊ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ് എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് സയ്യിദ് കിർമാനിനെ കൊണ്ടുവരണോ, കപിൽ ദേവിനെ കൊണ്ടുവരണോ, അല്ലെങ്കിൽ ഏത് ടെസ്റ്റ് ക്രിക്കറ്ററൊക്കെ നമ്മളിപ്പോ പറയുകയാണെങ്കിലും ഈ ടെസ്റ്റ് ക്രിക്കറ്റേഴ്സ് എല്ലാം ഇവിടെ കളിച്ചിട്ടുണ്ട്. We can name right from Venkat Raghavan,
ML ജയസിംഹ, BB ചന്ദ്രശേഖർ, K ശ്രീകാന്ത്, അസറുദ്ദീൻ, നമ്മുടെ ശ്രീനാഥ്, ട്രിയോ ഉണ്ടല്ലോ, വെങ്കടേഷ് പ്രസാദ്, അനിൽ കുംബ്ലെ, ഇവരെല്ലാം വന്ന് കളിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ്. ഏത് ടെസ്റ്റ് ക്രിക്കറ്റിന് മുമ്പും ഈ പൂജ അതിനു മുമ്പുള്ള ഒരു സീസണാണ്. അപ്പൊ ഇവരെല്ലാം വന്ന് കളിച്ച് ഈ ഒരു ചെറിയ ഗ്രൗണ്ടിൽ അന്നൊക്കെ എന്ന് പറഞ്ഞാല് ഇന്നും ഔട്ട് സ്റ്റേഷൻ ടീംസ് ഉണ്ട്. പക്ഷെ ഇപ്പോഴുള്ള ഫണ്ട്സും അല്ലെങ്കിൽ പ്രാഗൽഭ്യം ഒക്കെ ഉള്ള ഇപ്പോ യു ഹാവ് ദ KCA സ്റ്റേഡിയംസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള IPL അല്ലെങ്കിൽ BCCI നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത് അന്നും ഇന്നും ആ ഒരു ചെറിയ രീതിയിൽ തുടങ്ങി. ഈ പൂജ നോക്കൗട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ വി ആൾ തൃപ്പൂണിത്തുറ കുറച്ചുകൂടി ഒരു ട്രഡീഷണൽ സ്ഥലമാണ്. അത്തച്ചമയം മുതൽ ആരംഭിക്കുകയാണ് തൃപ്പൂണിത്തുറയുടെ ഒരു ഈവൻ കേരളത്തിലെ ഉത്സവങ്ങളുടെ ഫസ്റ്റ് തുടങ്ങുന്ന ഒരു അമ്പലം കൂടിയാണ് പൂർണ്ണത്രേശ. അപ്പൊ എല്ലാം കൊണ്ടും ഒരു ട്രഡീഷണൽ ആർട്ട് പോലെ. പക്ഷെ ഫെസ്റ്റിവലാണ് പൂജ നോക്കൗട്ട്. ഞങ്ങളൊക്കെ കളി തുടങ്ങണമെന്ന് അതൊന്നും ഇതൊരു കരിയറായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടോ ഒന്നും എടുക്കാനുള്ള ഒരു അവസരം ഒന്നും ഉണ്ടായിരുന്നില്ല. ഈവൻ ക്രിക്കറ്റ് അല്ലെങ്കിൽ എനി സ്പോർട്ട് ഇൻ കേരള. പക്ഷെ ഞങ്ങളൊക്കെ അന്ന് കളി തുടങ്ങിയപ്പോ തന്നെ ഒരു പാഷനേറ്റോടുകൂടി ഇതൊക്കെ മതിലിലേക്ക്, അന്ന് മതിലെന്ന് പറഞ്ഞാല് ഗാലറികളൊന്നും ഇല്ല, അന്ന് ഒരു മതിലാണ് ചുറ്റും. പക്ഷെ ആ മതിലിന്റെ മുകളിലിരുന്ന് ഈ വലിയ പ്രമുഖരെയൊക്കെ കണ്ട് ഞങ്ങൾ പാഷനേറ്റ് ആയിട്ട് തൃപ്പൂണിത്തുറയ്ക്ക് വേണ്ടി കളിച്ച്, അന്ന് ഈ പറഞ്ഞ പോലെ എന്താ പറയുക, എല്ലാം പാഷനാണ്. ബിക്കോസ് ദർ ഇസ് നോ മണി. പക്ഷെ തൃപ്പൂണിത്തുറ അന്നൊരു എസ്റ്റാബ്ലിഷ്ഡ് ക്ലബ്ബ് എല്ലാവരും ഒരു കൂട്ടായ്മയോടുകൂടി ചെയ്തപ്പോ എല്ലാ ടൂർണമെന്റിലും യു നീഡ് ടു അപ്ലൈ അല്ലേ, ഏതെങ്കിലും ടൂർണമെന്റുകൾക്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ നമ്മൾ. പക്ഷെ തൃപ്പൂണിത്തുറ ഒരു ക്ലബ്ബ് മാത്രമേ ഉള്ളൂ അക്രോസ് കേരള എല്ലാ ടൂർണമെന്റിലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത്. അതിന്ന് ഈ പറഞ്ഞ പോലെ SBT ഒക്കെയാണ് അന്ന് റിക്രൂട്ട്മെന്റ് ഒക്കെ തുടങ്ങിയത്. അന്നും തൃപ്പൂണിത്തുറയിൽ നിന്ന് 4-5 പേര് SBTയിലൊക്കെ പ്ലേയേഴ്സ് ആയിരുന്നു. പിന്നെ യു ഗോട്ട് ദ പ്രോമിനൻസ്, രഞ്ജി ട്രോഫി അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പോയി കളിച്ചു. അപ്പൊ ഇതെല്ലാം ഉൾക്കൊണ്ട് ആസ് എ പാഷനേറ്റ് ക്രിക്കറ്റർ വെൻ നമ്മളൊരു ബിസിനസ്മാൻ ആയപ്പോ, മേ ബി നമ്മളെല്ലാം മറ്റുള്ള കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത് നാവിയോ ഇപ്പൊ 11 കൊല്ലായി. പക്ഷെ വെൻ ഐ കെയിം ബാക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ക്രിക്കറ്റ് മാത്രമല്ല ഏത് സ്പോർട്ടും, ഇപ്പൊ എല്ലാവരും നിങ്ങളെല്ലാം ബിസിനസ് പീപ്പിളിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും, സ്പോർട്സ് മാനേജ്മെന്റ് ഇസ് ഓൾസോ കമ്മിങ് ഗുഡ്. പക്ഷെ എല്ലാവരും ആ ഒരു പാഷനേറ്റോട് കൂടി അത് ടാലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വി ആർ ഇൻവോൾവ്, നാവിയോ ഇസ് ഇൻവോൾവ് ഇൻ ഇറ്റ്. ആൻഡ് എസ്പെഷ്യലി ഫോർ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബ് ഇത് നമ്മുടെ ഹാർട്ടാണ്. ബിക്കോസ് ഐ പ്ലേഡ് ഫോർ TCC ആൻഡ് 75th ഇയർ എന്ന് പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള എല്ലാ സ്പെഷ്യൽ ഒക്കേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഹൈലൈറ്റ്സ് എല്ലാം. ഫസ്റ്റ് വൺ ഡേ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത് തൃപ്പൂണിത്തുറയിലാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇത് ലോകം അംഗീകരിച്ചത് വിസ്ഡം എന്ന് പറയുന്ന ഒരു മാഗസിനില് ഇത് വിഷ്ണു കുമാർ അദ്ദേഹം എഴുതിയ ഒരു നൈറ്റ് ബാറ്റ്സ്മാൻ എന്നൊരു ആർട്ടിക്കിൾ വന്നു, ദ റിയൽ സ്റ്റോറി ഓഫ് വൺ ഡേ ക്രിക്കറ്റ്. അത് ചിലപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിലാണ് നമ്മളാണ് തൃപ്പൂണിത്തുറയിലാണ് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റ് ആദ്യമായി സ്റ്റാർട്ട് ചെയ്തതെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി. അത് ലോകം അംഗീകരിക്കുകയും ചെയ്തു. അതിനു മുമ്പ് ഒരു ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ഒരു ടെസ്റ്റ് നടക്കുമ്പോൾ ടെസ്റ്റ് ഈ റെയിൻ കാരണം സ്റ്റോപ്പ് ചെയ്തിരുന്നു. അപ്പൊ ഈ ക്രൗഡ് പറഞ്ഞിട്ട് ഒരു 50 ഓവർ ആക്കിയിട്ട് അത് കുറച്ചു. അങ്ങനെയാണത് വൺ ഡേ ക്രിക്കറ്റ് ആദ്യമായിട്ട് ഈ വേൾഡിൽ തുടങ്ങിയെന്ന് പറഞ്ഞത്. പക്ഷെ അത് 1972 നമ്മൾ ഓൾറെഡി 1951 ഇവിടെ കേരളത്തിൽ തൃപ്പൂണിത്തുറയിൽ വൺ ഡേ ക്രിക്കറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കതെല്ലാം നമ്മളതിന്റെ തെളിവുകളെല്ലാം കൊടുത്തു, നമ്മൾ അവരെ അംഗീകരിച്ചു. വിസ്റ്റം എന്ന് പറഞ്ഞ മാഗസിനിൽ അത് വരികയും ചെയ്തു. അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ 75th ഇയർ വലിയൊരു ആഘോഷമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ട്രഷറർ എന്നുള്ള രീതിയിൽ ഒരുപാട് തൃപ്പൂണിത്തുറയിലെ നല്ല മനസ്സുകൾ ഒരുപാട് ഞങ്ങൾക്ക് കോൺട്രിബ്യൂഷൻസ് തരികയുണ്ടായി. പിന്നെ ശ്രീ അജയ് തമ്പിയുടെ നേതൃത്വത്തിലാണ്, നാവിയുമാണ് ഇത് സ്പോൺസർ ചെയ്യുന്ന ഇവന്റ്. അപ്പോൾ എല്ലാ കാലത്തും ഞങ്ങൾക്ക് ഒരുപാട് സപ്പോർട്ട് മീഡിയയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വർഷം അതേപോലത്തെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഈ പ്രാവശ്യം വർഷങ്ങൾക്ക് ശേഷം ഈ KV കേരളത്തിൽ തമ്പുരാനാണ് ശരിക്കും ഈ ടൂർണമെന്റ് സ്റ്റാർട്ട് ചെയ്തത് 1951. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നമ്മൾ ടൂർണമെന്റിനെ ഉയർത്താനുള്ള ഒരു പതാക, അദ്ദേഹത്തെ തൃപ്പൂണിത്തുറ തന്നെയാണ് KV കേരളത്തിൽ തമ്പുരാൻ. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ 2 മക്കളുണ്ട്, പത്മജി, മാലിനി എന്ന 2 മക്കളുണ്ട്.
ഒരുപക്ഷെ നിങ്ങൾ അറിയായിരിക്കും, ഈ PKR മേനോനാണ് ഈ മാലിനിയുടെ ഹസ്ബൻഡ്. PKR മേനോൻ ഫേമസ് ഇന്റീരിയർ ഡിസൈനറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹം നമുക്ക് അവിടെ വെച്ച് നമുക്ക് ഈ ഫ്ലാഗ് നമുക്ക് കൈമാറി. അതാണ് നമ്മൾ നാളെ കഴിഞ്ഞ് നമ്മൾ ഫ്ലാഗ് ഹോസ്റ്റ് ചെയ്യുന്നത്. അതൊരു നല്ലൊരു ചടങ്ങായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം പണ്ട് ചെയ്തിരുന്നു, ഈ അടുത്ത കാലത്ത് ചെയ്തിട്ടില്ല. ഈ വർഷമാണ് അത് സ്റ്റാർട്ടാക്കിയത് രണ്ടാമത്. അതിനൊരു സന്തോഷമുണ്ട്.